ആജ്ഞാശക്തിയും നേതൃപാടവവും കമാൻഡിംഗ് പവറും ലീഡർഷിപ്പ് ക്വാളിറ്റിയും 10 മടങ്ങ് അല്ല 100 മടങ്ങ് അതിനുമേൽ വർദ്ധിപ്പിക്കാൻ കഴിയുന്ന ഒരു പവർഫുൾ ടെക്നിക്കാണ് ദർപ്പണ ത്രാടകം. നിരവധി തരം ത്രാടകങ്ങളുണ്ട്, അതെല്ലാം ഈ വീഡിയോയിൽ പറയുന്നില്ല. ഏതായാലും മുൻപൊരു വീഡിയോ മനഃശക്തിയും ഏകാഗ്രതയും വർദ്ധിപ്പിക്കാൻ ത്രാടകം എന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ ആ ത്രാടകമാണ് പറയുന്നത്, പക്ഷേ നിരവധി തരം ത്രാടകങ്ങളുണ്ട് എന്നുള്ളത് ആ വീഡിയോയിൽ പറയുന്നുണ്ട്. ഏതായാലും ഇടയ്ക്കിടയ്ക്ക് അത്തരം വീഡിയോകളും ചെയ്യാം. ഏതായാലും ഈ വീഡിയോയിൽ ദർപ്പണ ത്രാടകമാണ് പ്രതിപാദിക്കുന്നത്. ദർപ്പണ ത്രാടകം പ്രധാനമായും ആജ്ഞാശക്തി വർദ്ധിപ്പിക്കുന്നതിനുള്ളതാണ്. പക്ഷേ ആജ്ഞാശക്തി വർദ്ധിക്കുമ്പോൾ തന്നെ നേതൃപാഠവും വർദ്ധിക്കുകയും ചെയ്യും. ആളുകളെ മുഖത്ത് നോക്കി സംസാരിക്കാൻ പേടിയുള്ളവർ, ചഞ്ചല മനസ്സുള്ളവർ, എല്ലാ ത്രാടകങ്ങളും ചഞ്ചല മനസ്സിനുള്ള പരിഹാരം തന്നെയാണ്. ചഞ്ചല മനസ്സിനും നമ്മുടെ ബ്രെയിനിന്റെ ഏകാഗ്രതയും ബ്രെയിനിന്റെ കപ്പാസിറ്റികൾ വർദ്ധിപ്പിക്കുന്ന, ബ്രെയിനിന്റെ ശേഷികൾ വർദ്ധിപ്പിക്കുന്ന ത്രാടകങ്ങൾ തന്നെയാണ് എല്ലാ ത്രാടകങ്ങളും. ദർപ്പണ ത്രാടകം അതിൽ ചഞ്ചല മനസ്സ് കൂടുതലുള്ള, മറ്റുള്ളവരോട് നിവർന്നു നിന്ന് സംസാരിക്കാൻ മടിയുള്ള, മുഖത്ത് നോക്കി സംസാരിക്കാൻ മടിയുള്ള നേതൃപാഠം ആവശ്യമുണ്ട്. പക്ഷെ അതിലേക്ക് എത്താൻ കഴിയുന്നില്ല. ജനക്കൂട്ടത്തോട് സംസാരിക്കാൻ പേടി, സ്റ്റേജ് ഫിയർ. ഇത് സ്റ്റേജ് ഫിയറിന് പ്രത്യേകമായുള്ള ടെക്നിക്കല്ല, പക്ഷേ മാനസികമായ ആ ശേഷി വർദ്ധിക്കുമ്പോൾ, ആജ്ഞാശക്തി കമാൻഡിംഗ് പവറും നേതൃപാഠവും വർദ്ധിക്കുമ്പോൾ ആ സ്റ്റേജ് ഫിയർ മാറാനുള്ള സപ്പോർട്ടിംഗ് ആയും ഈ ടെക്നിക്ക് ഉപയോഗിക്കാവുന്നതാണ്. പ്രധാനമായും ആജ്ഞാശക്തി കമാൻഡിംഗ് പവർ വർദ്ധിപ്പിക്കുന്ന ടെക്നിക്കാണ് ദർപ്പണ ത്രാടകം. ഇനി നമുക്ക് അത് പഠിച്ചതിന് ശേഷം അതിന്റെ സ്വാഭാവികമായി വരാവുന്ന സംശയങ്ങൾ ദൂരീകരിക്കാം. ദർപ്പണ ത്രാടകം കണ്ണാടിയിൽ ഒരു പ്രത്യേക രീതിയിൽ നോക്കുന്നത് ഒരുപക്ഷെ നിങ്ങളിൽ ചിലർ കേട്ടിട്ടുണ്ടാകാം. കണ്ണാടിയിൽ ഏതാണ്ട് മുഖത്തിന് ചെറിയ കണ്ണാടി പോരാ, ഏതാണ്ട് മുഖത്തിന് വലിപ്പമുള്ള, ഏതാണ്ട് മുഖത്തിനേക്കാളും സ്വല്പം കൂടെ വലിപ്പമുള്ള ഒരു കണ്ണാടി. അത് നിങ്ങൾക്ക് സൗകര്യം പോലെ, ഈവൻ നിവൃത്തിയില്ലെങ്കിൽ ബാത്റൂമിൽ പോലും ചെയ്യാം. ഒരു 3 മിനിറ്റോളം മതിയാകും. 3 മിനിറ്റ് മതിയാകും. 3 മിനിറ്റിന്റെ ഒരു 3 സ്ട്രെച്ച്, 9 മിനിറ്റ്, 3 മിനിറ്റ് വീതമുള്ള 3 പ്രാവശ്യം ഒരു 9 മിനിറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ തന്നെ 3 മിനിറ്റ് എന്നുള്ളത് സ്വല്പം വർദ്ധിപ്പിച്ചാലും കുഴപ്പമില്ല. അത് നമുക്ക് ഏതായാലും ഈ ടെക്നിക്ക് പഠിച്ചതിന് ശേഷം നമുക്ക് അതേക്കുറിച്ച് പരിശോധിക്കാം. ഏതായാലും മുഖത്തോളം, ഏതാണ്ട് മുഖത്തിന് മേൽ, ഏതാണ്ട് മുഖത്തിനടുത്ത് വലിപ്പമുള്ള, അതിനെക്കാട്ടിലും ഒരുപാട് വലുത് വേണ്ട, വലുതായാലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ തീരെ ചെറുതാകരുത് കണ്ണാടി. നമ്മളത് എവിടെയാണോ ചെയ്യേണ്ടത് അവിടെ ഏതാണ്ട് ഒരടി അകലത്തിൽ, 12 ഇഞ്ച്, ഏതാണ്ട് 31 സെന്റിമീറ്റർ, ഒരടി അകലത്തിൽ അത് നിവർന്നിരിക്കത്തക്ക രീതിയിൽ, ചെരിഞ്ഞാവരുത്, നിവർന്നിരിക്കത്തക്ക രീതിയിൽ ആ കണ്ണാടി സ്ഥാപിക്കണം. അത് മേശപ്പുറത്തോ ബാത്റൂമിലോ ഭിത്തിയിലോ നിന്നോ ഇരുന്നോ ചെയ്യാം. ആ കണ്ണാടി സ്ഥാപിച്ചു വെച്ചതിന് ശേഷം നിവർന്നിരുന്ന്, അല്ലെങ്കിൽ നിന്നോ ഇരുന്നോ ചെയ്യാം. നിന്നോ ഇരുന്നോ ആ കണ്ണാടിയിലെ നമ്മുടെ 2 പുരികങ്ങൾക്ക് മധ്യയുള്ള ഭാഗത്ത്, 2 പുരികങ്ങളുടെയും ആ തുടങ്ങുന്ന ഭാഗത്ത്, ആ മൂക്ക് ആരംഭിക്കുന്നതിന് തൊട്ട് മുകളിലുള്ള ഭാഗത്ത് ഇമ വെട്ടാതെ നോക്കിയിരിക്കുക എന്നുള്ളതാണ് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ദർപ്പണ ത്രാടകം. അത് ആദ്യ ഘട്ടത്തിലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പെന്ന് കൊണ്ടോ മറ്റോ ചെറിയ ഒരു കടുകുമണിയോളം പോകുന്നൊരു മാർക്ക് അവിടെ റൗണ്ടിലിട്ടാൽ, കടുകുമണിയോളം പോകുന്നൊരു മാർക്ക് ഇടുന്നത് നല്ലതാണ്. അതല്ലെങ്കിൽ ചെറിയ പൊട്ടോ മറ്റോ, അതൊക്കെ മറ്റ് ഇറിറ്റേഷനൊക്കെ നോക്കണം. ജസ്റ്റ് ഈ ടെക്നിക്കിന് വേണ്ടി മാത്രം പറഞ്ഞു വന്നേ ഉള്ളൂ. ചെറിയൊരു ഏതെങ്കിലും രീതിയിലുള്ള ഒരു മാർക്ക് ഇടാൻ കഴിഞ്ഞാൽ നിർബന്ധമില്ല. ആദ്യ ഘട്ടത്തിലൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ ഒരു മാർക്ക് ഇട്ടാൽ വളരെ നന്നാണ്. അതിനുശേഷം ആ കണ്ണാടിയിലെ നമ്മുടെ പ്രതിബിംബത്തിലെ ആ മാർക്കിലേക്ക് അല്ലെങ്കിൽ ആ 2 പുരികങ്ങൾക്ക് മധ്യമുള്ള ഭാഗത്തിലേക്ക്, തീർത്തും നെറ്റിയിലേക്ക് കയറി പോകരുത്, മൂക്കിലേക്ക് ഇറങ്ങുകയും വരുത്. ആ മൂക്കും നെറ്റിയും വിഭജിക്കുന്ന ആ മധ്യഭാഗത്തായിട്ടാണ് നോക്കേണ്ടത്. സ്വല്പം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാലൊന്നും കുഴപ്പമൊന്നുമില്ല. അവിടെ നോക്കിയിരിക്കുക. ശരിക്കും ഈ ടെക്നിക്ക് ഇമ വെട്ടാതെയാണ് നോക്കിയിരിക്കേണ്ടത്. പക്ഷേ ആജ്ഞാശക്തിയും ഇത്തരം ശേഷികൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി ഇമ വെട്ടാതിരിക്കണമെന്നില്ലെങ്കിലും പരമാവധി ഒരു ആയാസം ഉണ്ടാകുന്ന സമയം വരെ, ഒരുപാട് ബുദ്ധിമുട്ട് ചെയ്യണമെന്നില്ല, ഒരു നന്നായി ആയാസം വന്ന് ബുദ്ധിമുട്ട് വരുന്ന അവസ്ഥ വരെ ഇമ വെട്ടാതെ നോക്കിയിരിക്കും നല്ലതാണ്. ഇമ തീർച്ചയായിട്ടും ചലിപ്പിക്കരുത്. ഇടയ്ക്കൊന്ന് ഇമ വെട്ടിയാലും കുഴപ്പമില്ല, പക്ഷേ ഇമ ചലിപ്പിക്കരുത്, അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റു നോട്ടങ്ങളിലേക്ക് പോകരുത്. അവിടെ തന്നെ നോക്കിയിരിക്കുകയാണ് ദർപ്പണ ത്രാടകം. ഈ ടെക്നിക്ക് ഇത്രയേ പറയാനാണെങ്കിൽ. പക്ഷെ അത് ടെക്നിക്ക് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ പല അസ്വസ്ഥതകളല്ല, കുറേ നേരം നോക്കിയിരിക്കുമ്പോൾ മുഖം മങ്ങിപ്പോകുന്നത് പോലെ, മുഖത്ത് വികൃതമായ പാടുകൾ വരുന്നത് പോലെ, പല വ്യത്യസ്ത ഓരോ മനുഷ്യർക്കും വ്യത്യസ്തമായ കാഴ്ചകൾ പോലെയൊക്കെ തോന്നിയേക്കാം. അതൊന്നും മൈൻഡ് ചെയ്യേണ്ട. അത് മൈൻഡ് ചെയ്യാതെയും ഇമ വെട്ടാതെ നോക്കിയിരിക്കാൻ കഴിഞ്ഞാൽ, ഏറെ നേരം നോക്കിയിരിക്കാൻ കഴിഞ്ഞാൽ ഏറെ നന്നാണ്. അത് നമ്മുടെ കമാൻഡിങ് പവർ, നമ്മുടെ ചഞ്ചല മനസ്സിനെ മറികടന്ന്, ചഞ്ചല മനസ്സ്, വേവറിംഗ് മൈൻഡ്, ചഞ്ചല മനസ്സാണ് ഈ കമാൻഡിങ് പവറിന് തടസ്സം നിൽക്കുന്നതും ലീഡർഷിപ്പ് ക്വാളിറ്റിയിലേക്ക് എത്താൻ, അല്ലെങ്കിൽ ആവശ്യമായ കാര്യങ്ങൾ പറഞ്ഞ് പ്രതിഫലിപ്പിക്കാൻ, ഉറച്ച് സംസാരിക്കാൻ, ആരുടെങ്കിലും മുഖത്ത് നോക്കി സംസാരിക്കാൻ, ഒറ്റക്കൊരാളോട് സംസാരിക്കാൻ, 4 ആൾക്കൂട്ടത്തിൽ സംസാരിക്കാനൊക്കെ
ഈ പേടികളും മടികളും നമുക്ക് നമ്മെ പിന്നോട്ട് വലിക്കുന്ന ഘടകവും എല്ലാം ഉണ്ടാകുന്നത് ചഞ്ചല മനസ്സിന്റെ ഫലമായാണ്. അത്തരം എല്ലാത്തരം ചഞ്ചല മനസ്സ് മാറ്റുന്നതിന് ഈ ടെക്നിക്ക് വളരെ ഉപകരിക്കും. അതുകൊണ്ട് തന്നെ ഒരു ഇമ വെട്ടാതെ എത്ര നേരം നോക്കിയിരിക്കാൻ കഴിയുമോ അത്ര നേരം ഇമ വെട്ടാതെ നോക്കിയിരിക്കുന്നത് തന്നെയാണ് നല്ലത്. പക്ഷേ അത്രയധികം ബുദ്ധിമുട്ടുണ്ട്, എന്തെങ്കിലും ശാരീരിക അസ്വസ്ഥതകളോ കണ്ണിന് അസ്വസ്ഥതകളോ ഒക്കെ ഉള്ളവരുണ്ടെങ്കിൽ അങ്ങനെ വേണമെന്ന് നിർബന്ധമില്ല. തീർത്തും ബുദ്ധിമുട്ട് തോന്നുമ്പോൾ ഒന്ന് ഇമ വെട്ടി തുറക്കാം, കണ്ണ് അടച്ചിരിക്കരുത്, ഒന്ന് ഇമ വെട്ടി തുറക്കാം. എന്നിട്ട് ആ നോട്ടം തുടരുക. ഇമ വെട്ടുന്ന സമയത്ത് ആയാസം കുറയ്ക്കാൻ വേണ്ടി കണ്ണ് പറിക്കരുത്, കണ്ണിൻ്റെ ആ നോട്ടം പറിക്കരുത്, അതായത് നോട്ടം അവിടെ നിന്ന് മാറ്റരുത്. ഈ ജസ്റ്റ് ഇമയൊന്ന് വെട്ടി തുറക്കുന്നതിൽ കുഴപ്പമില്ല, പക്ഷെ അത് ഇമ വെട്ടി തുറക്കാതെ ചെയ്യുകയാണ് ഈ ടെക്നിക്കിൻ്റെ ഏറ്റവും ശരിയായ രീതി. പക്ഷേങ്കിലും സാധാരണക്കാരൊക്കെ ചെയ്യുമ്പോൾ അതുകൊണ്ട് വലിയ കുറവൊന്നും വരും, വലിയ പോരായ്മയൊന്നും വരില്ല. അതുകൊണ്ടാണ് അത് വിശദമാക്കി പറഞ്ഞു തരുന്നത്. ഏതായാലും ഈ നമുക്ക് സാധാരണ ആജ്ഞാശക്തി വർദ്ധിപ്പിക്കാനും നമ്മുടെ നേതൃപാഠം വർദ്ധിപ്പിക്കാനും ഇമ വെട്ടാതെ നോക്കിയിരിക്കണമെന്ന് നിർബന്ധമില്ല. അത് ഈ ഹിപ്നോട്ടിസം സൈക്കോളജിസ്റ്റുകളൊക്കെ കമാൻഡിങ് പവർ വർദ്ധിപ്പിക്കാൻ വേണ്ടി പരിശീലിക്കുന്ന ഒരു ടെക്നിക്കാണ് ദർപ്പണ ത്രാടകം. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ അധികം ചെയ്യുന്നവരുണ്ട്, ഒരുപാട് പേര് ചെയ്യുന്നവരുണ്ട്. ഏതായാലും ദർപ്പണ ത്രാടകം. അപ്പോൾ കണ്ണ് ഇമ വെട്ടാതെ നോക്കിക്കൊണ്ട് ഇരിക്കുമ്പോൾ ഒരുപക്ഷെ പല അത് വീണ്ടും പറയുന്ന അസ്വസ്ഥതകളല്ല, അപ്പോൾ അതിൽ പേടിക്കണ്ട. മുഖത്തൊക്കെ വികൃതമായ പാടുകൾ വീഴുന്നത് പോലെ, ചിലപ്പോൾ നമ്മളവിടെ കാണാതാവുന്ന പോലെ, നമ്മളവിടെ ഇല്ലാതാകുന്നത് പോലെ, അപ്പം ഫുൾ ബ്ലാങ്ക് ആയിട്ടോ ചില പ്രകാശങ്ങളോ ഒക്കെ തോന്നിയേക്കാം. അതൊക്കെ ജസ്റ്റ് ആദ്യം ചെയ്യുന്ന ഇല്യൂഷൻസ് മാത്രമാണ്. അതൊന്നും അതീന്ദ്രിയ ശേഷിയൊന്നുമാണെന്ന് ധരിക്കേണ്ട. പക്ഷേ ചില അതീന്ദ്രിയ ശേഷികൾക്കും ഈ ടെക്നിക്ക് പൗരാണിക കാലത്ത് ഉപയോഗിച്ചിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എന്നാൽ അത്രയുമൊന്നും നമ്മൾ പോകുന്നില്ലല്ലോ. ഏതായാലും അതിന് വീണ്ടും ഇമ വെട്ടാതെ മിനിറ്റുകളോളം നോക്കിയിരിക്കലാണ് അതിനു വേണ്ടി ചെയ്യുന്നത്. ഏതായാലും അതുകൂടെ സന്ദർഭവശാലം എന്ന് പറഞ്ഞു എന്ന് മാത്രം. ചില അതീന്ദ്രിയ ശേഷികൾക്ക് മൈൻഡ് റീഡിങ്, സൈക്കോളജിക്കൽ മൈൻഡ് റീഡിംഗ് അല്ല, അതായത് മൈക്രോ എക്സ്പ്രഷൻ മൈൻഡ് റീഡിങ്ങിന് വേണ്ടിയല്ല, അതല്ലാതെ മൈൻഡ് റീഡിംഗ് എന്ന ശേഷി വികസിപ്പിക്കാൻ വേണ്ടിയിട്ടും ഈ ടെക്നിക്ക് പൗരാണിക കാലത്ത് ചെയ്തു പോന്നിരുന്നുവെന്ന് പഠിക്കാനും മനസ്സിലാക്കാനും കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും നമ്മുടെ ആജ്ഞാശക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടി ആണ് ഈ ടെക്നിക്ക് ഇപ്പോൾ പറഞ്ഞു തരുന്നത്. അത് 10 മടങ്ങല്ല 100 മടങ്ങല്ല അതിനുമേൽ നമ്മുടെ ആജ്ഞാശക്തിയും വർദ്ധിപ്പിക്കാനും നമുക്ക് മറ്റു മനുഷ്യരോട് ആത്മവിശ്വാസത്തോടെ ഇടപെടുവാനുള്ള ഒക്കെ ശേഷി കൈവരിക്കുന്ന ഒരു പവർഫുൾ ടെക്നിക്കാണ്. നമ്മുടെ ബ്രെയിൻ്റെ ആ ഒരു ശേഷി, ബ്രെയിൻ്റെ സ്വാഭാവികമായ ആ കമാൻഡിങ് പവറിനെ നമ്മൾ ഊതിക്കാച്ചിയെടുക്കുന്ന വികസിപ്പിച്ചെടുക്കുന്ന ഒരു പവർഫുൾ ടെക്നിക്കാണ് ദർപ്പണ ത്രാടകം. ഒരിക്കലും കൂടെ ആവർത്തിക്കുന്നത്, കുറേ നേരം നോക്കിയിരിക്കുമ്പോൾ അതുപോലെ തന്നെ കണ്ണിൽ നിന്ന് വെള്ളം വരാം. ചിലർക്ക് കണ്ണിൽ നിന്ന് വെള്ളം വന്നാൽ വേണമെങ്കിൽ നിർത്തി ഒപ്പിയിട്ട് തുടരാം. പക്ഷേ കുറച്ചുകൂടെ വലിയ പ്രായാധിക്യമോ വലിയ ബുദ്ധിമുട്ടുകളോ ഒന്നും ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ആ കണ്ണിൽ നിന്ന് വെള്ളം ഒഴുകിയാലും അത് തുടർന്നുകൊണ്ടേ പോകുന്നത് പവർ വർദ്ധിപ്പിക്കുമെന്നാണ് പറയുന്നത്. ഏതായാലും അത്രയും ആയാസപ്പെട്ടൊരു ബുദ്ധിമുട്ട് വരുത്തി വെക്കേണ്ടതില്ല. ഇതൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. നമ്മൾ എവിടെയെങ്കിലും നോക്കുകയോ കണ്ണ് എങ്ങോട്ടെങ്കിലും നോക്കുമല്ലോ, കണ്ണ് തുറന്നിരിക്കുമ്പോഴൊക്കെ അത് ഒരിടത്തേക്ക് നോക്കുന്നേ ഉള്ളൂ. ആ ഇമ വെട്ടാതിരിക്കുമ്പോൾ മാത്രമേ ആ ഒരു പ്രയാസം വരുന്നുള്ളൂ, കണ്ണിന് ആയാസമോ അല്ലെങ്കിൽ കണ്ണിൽ നിന്ന് വെള്ളമോ വരുന്നുള്ളൂ. അത് മറികടക്കാൻ കഴിഞ്ഞാൽ നല്ലത് തന്നെയാണ്. ഒരു എക്സർസൈസ് പോലെ എടുത്താൽ മതി, ടെക്നിക്കിന് വേണ്ടിയല്ലേ. ഒരു 3 മിനിറ്റ് ഒറ്റ സ്ട്രെച്ചിന് ഒരു 3 മിനിറ്റെങ്കിലും ഇരിക്കുക. ആ 3 മിനിറ്റ് ഇമ വെട്ടാതെ നോക്കിയിരിക്കാൻ കഴിഞ്ഞാൽ നല്ലത് തന്നെ. പക്ഷേ ഇമ വെട്ടിയാലും കുഴപ്പമില്ല. അതോടൊപ്പം തന്നെ ദർപ്പണ ത്രാടകം തന്നെ ചില വ്യത്യസ്തമായ രീതികളിൽ ചെയ്യുന്ന രീതികൾ പറഞ്ഞുതരാം. അത് ഇത്രയേ ഉള്ളൂ. വ്യത്യസ്തമായ വെളിച്ചങ്ങളിൽ ചെയ്ത് ശീലിക്കാവുന്നതാണ്. സാധിക്കുന്നത് പോലെ വ്യത്യസ്തമായ വെളിച്ചങ്ങളിൽ, സാധാരണ പകൽ വെളിച്ചത്തിലും ചെയ്യാം. ഒരു മുറിയാണെങ്കിൽ മുറിയിലെ ജനലുകളൊക്കെ തുറന്നിട്ട് ആ സാധാരണ പകൽ വെളിച്ചം മാത്രം, പിന്നെ ഇന്നത്തെ കാലത്ത് ഇലക്ട്രിക് ലൈറ്റുകളൊക്കെ ഉണ്ടല്ലോ, ഇലക്ട്രിക് ലൈറ്റ് കൂടി ഇട്ടുള്ള വെളിച്ചത്തിൽ, അതുപോലെ മുറികളെല്ലാം അടച്ച് ചെറിയ മെഴുകുതിരി വെളിച്ചത്തിൽ, മുറികളെല്ലാം അടച്ച് ആ കിട്ടുന്ന ചെറിയ മങ്ങിയ വെളിച്ചത്തിൽ, ജസ്റ്റ് കാണാൻ മാത്രം വെളിച്ചമുള്ള വെളിച്ചത്തിൽ, അങ്ങനെ വ്യത്യസ്തങ്ങളായ വെളിച്ചത്തിൽ ചെയ്യുന്നതും നമ്മുടെ ബ്രെയിനിന്റെ പല ശേഷികളും നമ്മുടെ ലെഫ്റ്റ് ബ്രെയിൻ, മിഡ് ബ്രെയിൻ ആക്ടിവേഷൻ, അങ്ങനെ പല ഏതായാലും ബ്രെയിനിന്റെ പല ശേഷികളും വികസിപ്പിക്കുന്നതിനും ശക്തമായ ആജ്ഞാശക്തി വളരെ ശക്തമായി വർദ്ധിപ്പിക്കുന്നതിനും നേതൃപാഠം വർദ്ധിപ്പിക്കുന്നതിനും എല്ലാം തന്നെ, പ്രത്യേകിച്ചും ആജ്ഞാശക്തി വർദ്ധിപ്പിക്കുന്നതിനും ചഞ്ചല മനസ്സ് മാറ്റുന്നതിനും നമ്മുടെ ബ്രെയിനിന്റെ പല ശേഷികൾ വികസിപ്പിക്കുന്നതിനും വ്യത്യസ്തമായ വെളിച്ചങ്ങളിൽ ചെയ്യുന്നത് നല്ലതാണ്. ആജ്ഞാശക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടി മാത്രമാണെങ്കിൽ വെളിച്ചമുള്ളത് തന്നെ ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ ദിവസത്തിൽ നിങ്ങൾക്ക് 1-2 സമയം ചെയ്യാം, 1-2 പ്രാവശ്യം ചെയ്യാം, ഏത് സമയത്തും ചെയ്യാം. ഇന്ന സമയത്ത് വേണമെന്നൊന്നുമില്ല. ഇത് പ്രത്യേകിച്ച് എന്താ പറയുക, ശ്വാസോച്ഛ്വാസങ്ങളോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് വ്യായാമങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് വയറ് നിറഞ്ഞിരിക്കുമ്പോഴോ അങ്ങനെയൊന്നുമില്ല. ഏത് സമയത്തും ചെയ്യാം. രാവിലെയോ ഉച്ചയ്ക്കോ വൈകുന്നേരമോ ഏത് സമയത്തും വേണമെങ്കിലും ചെയ്യാം. ആവശ്യമെങ്കിൽ 2 നേരം പോലും ചെയ്യാം. 2 നേരം ഒരു 10 മിനിറ്റ് ഒക്കെ മാക്സിമം ചെയ്താൽ മതി. ഇപ്പോൾ തീവ്രമായി അത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ രാവിലെ ഒരു 9 മിനിറ്റ്, വൈകുന്നേരം ഒരു 9 മിനിറ്റ്, ഒരു 3 മിനിറ്റ് വെച്ചുള്ള 3 സ്ട്രെച്ച്, ഒറ്റ സ്ട്രെച്ച് 9 മിനിറ്റ് പോകാൻ കഴിഞ്ഞാൽ നല്ലതാണ്. പക്ഷെ എല്ലാവരും അത് ചെയ്യണമെന്നില്ല. അപ്പോൾ ഏതായാലും രാവിലെ ഒരു തരം വെളിച്ചമാണെങ്കിൽ വൈകുന്നേരം മറ്റൊരു രീതിയിലുള്ള വെളിച്ചം ഉപയോഗിക്കാം. ഒരിക്കൽ നീല വെളിച്ചം, പച്ച വെളിച്ചം, അങ്ങനെയൊക്കെ ക്രമീകരിക്കാൻ കഴിഞ്ഞാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അങ്ങനെ വ്യത്യസ്തങ്ങളായ വെളിച്ചങ്ങളിൽ ചെയ്യുന്നത് വ്യത്യസ്തങ്ങളായിട്ടുള്ള
ബ്രെയിൻ ശേഷികൾ, ബ്രെയിനിന്റെ പല പല ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് അല്ലെങ്കിൽ ന്യൂറോൺ കോശങ്ങൾ ആക്ടിവേറ്റ് ചെയ്യാൻ ന്യൂറൽ പാത്വേകൾ ക്രിയേറ്റ് ചെയ്യാനൊക്കെ ഗുണകരമാകും. ഏതായാലും അത്രയുമൊന്നും പോകണമെന്നില്ല. വെളിച്ചമുള്ള സ്ഥലത്തിരുന്ന് ചെയ്യുന്നതാണ് ആ കമാൻഡിങ് പവർ വർദ്ധിപ്പിക്കാൻ ഏറ്റവും നല്ലത്. പക്ഷേ വ്യത്യസ്തങ്ങളായ വെളിച്ചങ്ങളിൽ ചെയ്യുമ്പോൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള ശേഷികൾ, എന്തായാലും ഓരോ വ്യത്യസ്തമായിട്ടുള്ള എക്സ്പീരിയൻസും എല്ലാം ബ്രെയിനിന്റെ വിവിധങ്ങളായ ശേഷികളാണ് ഉണർത്തുന്നത് എന്നുള്ളത് നമുക്ക് ഊഹിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുമല്ലോ. അത്രയുള്ള അതിന്റെ കാര്യം. അതുപോലെ തന്നെ കണ്ണട ഉപയോഗിക്കുന്നവർ പരമാവധി കണ്ണട മാറ്റി വെച്ച് ചെയ്യുകയാണ് നല്ലത്. കണ്ണട മാറ്റി വെച്ചാൽ നമുക്ക് കാണാൻ കഴിയുമല്ലോ. തീർത്തും കാണാൻ കഴിയാത്തവരുണ്ടെങ്കിൽ റീഡിംഗ് ഗ്ലാസ്, മറ്റേതാ പ്രോസ്പെറസോ, അത് ഉപയോഗിച്ചാൽ ശരിയാവില്ല. അപ്പം നമുക്ക് ഇങ്ങനെ നോക്കേണ്ടി വരും. അപ്പം റീഡിംഗ് ഗ്ലാസ് ഉപയോഗിച്ചാണ് കണ്ണട ഉപയോഗിച്ചേ മതിയാകൂ എന്നുണ്ടെങ്കിൽ റീഡിംഗ് ഗ്ലാസ് ഉപയോഗിച്ചാണ് നോക്കേണ്ടത്. കണ്ണട മാറ്റി വെച്ച് ചെയ്യുകയാണ്. സ്വല്പം കാഴ്ച മങ്ങിയാണ് കാണുന്നതെങ്കിലും അത് കുഴപ്പമില്ല. മങ്ങിയാണ് കാണുന്നതെങ്കിൽ പോലും കണ്ണട മാറ്റി വെച്ച് ചെയ്യുകയാണ് കൂടുതൽ ഉചിതം. തീർത്തും കാണാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ കണ്ണട വെച്ച് ചെയ്യേണ്ടതുള്ളൂ. അപ്പോൾ മങ്ങിയ വെളിച്ചത്തിൽ ചെയ്യുമ്പോഴാണെങ്കിലും ആ കണ്ണട മാറ്റി വെച്ച് ആ മങ്ങിയ വെളിച്ചത്തിൽ ചെയ്യുന്നതും അത് അതിൻ്റെതായ ഫലം ലഭിക്കുക തന്നെ ചെയ്യും. ഏതായാലും അപ്പം വ്യത്യസ്തങ്ങളായ വെളിച്ചത്തിൽ ചെയ്യാം. കണ്ണട മാറ്റി വെച്ച് ചെയ്യുകയാണ് കൂടുതൽ നല്ലത്. ഏതായാലും ഈ ടെക്നിക്ക് ഒരു ആഴ്ചയിൽ ഒരു 4 ദിവസം വീതമെങ്കിലും തുടർന്നു പോയാൽ, അത് എത്ര കാലം വേണമെന്നൊക്കെ അവനവനാണ് തീരുമാനിക്കേണ്ടത്. ഇപ്പം ജിംനേഷ്യത്തിൽ പോകുന്നത് എത്ര കാലം തുടരണം അവനവനാണ് തീരുമാനിക്കേണ്ടത്. അപ്പോൾ ചില ടെക്നിക്കുകളൊക്കെ പറയുമ്പോൾ പലരും ചോദിക്കാറുണ്ട് എത്ര കാലം ചെയ്യണമെന്ന്. അതൊരു മിക്കവാറും ഇത്തരം ടെക്നിക്കുകളൊക്കെ ഒരു 90 ഡേയ്സ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും വൻതോതിൽ 10 മടങ്ങായൊക്കെ നമ്മുടെ ആജ്ഞാശക്തി വർദ്ധിച്ചത് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. ജിംനേഷ്യത്തിൽ പോകുമ്പോൾ ആദ്യ 2-3 ദിവസം നമുക്ക് മസിലല്ല ലഭിക്കുക, ഫലമല്ല ലഭിക്കുക, പെയിൻ, വേദനയാണ് ലഭിക്കുക. എന്നതുപോലെ ആദ്യ 1-2-3 ദിവസം കൊണ്ട് റിസൾട്ട് ലഭിക്കുന്ന ടെക്നിക്കുകളല്ല ഇത്തരം ടെക്നിക്കുകളൊന്നും നിരന്തരം തുടരുമ്പോഴാണ് ഇതെല്ലാം റിസൾട്ടുകൾ ലഭിക്കുക. അപ്പോൾ ഒരു 90 ഡേയ്സ്, ഒരു 90 ദിവസമൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നല്ല റിസൾട്ട് നമുക്ക് അനുഭവവേദ്യമാകും. അതിനുശേഷം തുടർന്ന് പോവുക. നമുക്ക് ആവശ്യമുള്ള ടെക്നിക്കുകളൊക്കെ തുടർന്ന് പോവുക എന്നുള്ളതാണ്, ലൈഫ് ലോങ് തുടർന്ന് പോവുക എന്നുള്ളതാണ്. പിന്നെ ഒരുപാട് ടെക്നിക്കുകളൊക്കെ ചെയ്യുന്നവർക്ക് എപ്പോഴും സമയം കിട്ടിക്കൊള്ളുന്നില്ല. അപ്പോൾ ആഴ്ചയിൽ ഒരു 4 ദിവസമെങ്കിലും നിരന്തരം മുടങ്ങിയാൽ, നമ്മൾ ഡ്രൈവിംഗ് പഠിക്കാൻ പോകുമ്പോൾ വല്ലപ്പോഴും മുടങ്ങിയാൽ അത് ബാധിക്കില്ല, പക്ഷെ നിരന്തരം മുടങ്ങിയാൽ അത് റിസൾട്ട് കിട്ടില്ല എന്നതുപോലെ പരമാവധി മുടങ്ങാതെ നോക്കുക, അത് ആഗ്രഹിക്കുന്നത്. ഏതായാലും ആജ്ഞാശക്തി വർദ്ധിപ്പിക്കാനും നേതൃപാഠവും വർദ്ധിപ്പിക്കാനും പവർഫുള്ളായി നമുക്ക് ഈസിയായി ചെയ്യാൻ കഴിയുന്ന ടെക്നിക്കാണ് ദർപ്പണ ത്രാടകം. ചെയ്തു നോക്കൂ, ഫലം അനുഭവിച്ചറിയൂ.